ഒരു കാര്യം കൂടെ പറയണ്ട. ഹൈബി ഈഡൻ അവിടെ ചെന്ന് എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു, കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ അവിടെ എല്ലാവരോടും സംസാരിച്ചു. അവിടെ ചെന്ന് ആ മാതാപിതാക്കളോട് സംസാരിച്ചിട്ട് പോന്നു, അതായത് മാതാക്കളോടും SDPക്കാരോടും സംസാരിച്ചിട്ട് പോന്നല്ലാതെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ ആരോടും ഹൈബി ഈഡൻ സംസാരിച്ചില്ല. ഒരു സമവായത്തിലെത്തിക്കുക ഒരു ജനപ്രതിനിധി കടമ വെച്ചാൽ ഇരുകൂട്ടരോടും സംസാരിക്കണം, അല്ലേ? സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനോടും മാനേജർ അവരവിടെ ഇല്ലായിരുന്നു, അവരെ ഫോൺ വിളിച്ചുമില്ല, അവരെ ബന്ധപ്പെട്ടുമില്ല. അവിടെ ചെന്നതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ മാനേജ്മെൻറ്റിലെ ആരുമായിട്ടും ഇതിനകത്തൊരു സമവായ ചർച്ച, ആ കുട്ടി അവിടെ തുടർന്ന് പഠിക്കുന്നതിൽ ആ മാനേജ്മെൻറ്റിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് സംസാരിച്ച ആ കാര്യം അത് മാനേജ്മെൻറ്റിനോട് സംസാരിക്കുമ്പോഴല്ലേ, അവരപ്പോൾ SDPയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഹൈബിയുടെ അവിടെ പോയത്? എന്തായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് ഇവർക്ക് മിണ്ടാൻ ഭയം? ഛത്തീസ്ഗഡിലോട്ട് വിമാനം കയറി ഇവരാരും ഇവിടെ ഈ പള്ളുരുത്തി വരെ പോകാൻ ഇവർക്ക് എന്താ ഇത്ര മടി, എന്താ പേടി? CPMൻ്റെ നേതാക്കന്മാരെ ഒത്തിരി MP മാരുണ്ടായിരുന്നല്ലോ അവിടെ എത്തിയേ, ബ്രിട്ടാസ് ഉൾപ്പെടെ. അവരൊക്കെ എവിടെ? ജോസ് കെ മാണി എവിടെ? ഇവിടുത്തെ MLA മാർ MP മാർ എവിടെ? അവരെ ആരും കാണുന്നില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. അവർ പോയി നിലപാടൊന്നും പറയണ്ട, അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചൂടെ? അവിടെ ചെന്നൊന്ന് അന്വേഷിക്കാമല്ലോ ഇതെന്താണ് സംഭവിച്ചത്. ഞങ്ങളും അതല്ല ചെയ്തത്, ഞങ്ങളവിടെ ചെന്നു അന്വേഷിച്ചു, തിരിച്ചു പോന്നു. അവിടെ അന്വേഷിക്കാൻ ചെല്ലാൻ പോലും ഭയമാണ്.